ഫ്ലാഷ് ബാക്ക്. ബലാത്സംഗ കേസിലെ പ്രതികളെ അതല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിക്ക് 10-200 പോലീസുകാർ കാവൽ നിൽക്കുക. ഇവർക്ക് നാണമില്ലേ? ഇവരുടെയൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ? നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് കേട്ടോ. അനീതി എവിടെ കണ്ടാലും അപ്പൊ എതിർക്കും. അത് എതിർക്കില്ലല്ലോ. എന്താ ഒരു അഭിനയം! ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകൾ മാറി നിൽക്കുമല്ലോ. നടികർ. ഈ മുകേഷ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ്. നിരന്തരമായി സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമം, അത് ലൈംഗിക അതിക്രമം മാത്രമല്ല, ക്രൂരമായ വയലൻസ്. ആലോചിച്ചു നോക്കൂ, സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സ്വന്തം ജീവിത പങ്കാളിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ കഠോര ഹൃദയനേക്കാൾ വലിയ ക്രൂരനാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. ആന്റിസിപ്പേറ്ററി ബെയിലിന്റെ സമയത്ത് പരിശോധിക്കുന്ന വിഷയങ്ങൾ എന്താ? ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ കസ്റ്റഡിയൽ ഇന്റർഗേഷൻ ആവശ്യമുണ്ട്. എവിടെയൊക്കെ വെച്ച് പീഡിപ്പിച്ചു? ഒന്ന് പാലക്കാട് വെച്ച് പീഡിപ്പിച്ചു, മറ്റൊന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഈ പെൺകുട്ടിയുടെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു. ആ പീഡിപ്പിച്ച തീയതിയും ദിവസവും അടക്കം ഗർഭിണിയായിരുന്ന സമയത്തും പീഡിപ്പിച്ചു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുറത്തുണ്ട്. കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. ഒരു നിമിഷത്തെ അശ്രദ്ധ ജീവിതം നായിനാക്കി സാറേ. വലിയ വില കൊടുക്കേണ്ടി വന്നു. എല്ലാം അറിയണമെങ്കിൽ അവിടെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം. ഇയാൾ നിത്യസന്ദർശകനായിരുന്നത്, അതിനുള്ള പരിശോധനകൾ നടത്തണം. ഇയാളുടെ ഫോൺ പരിശോധിക്കണം. അതാണ് അടുത്ത രണ്ടാമത്തെ പ്രശ്നം. കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമല്ല ഇയാളുടെ ഫോൺ പരിശോധിക്കാൻ പറ്റൂ. ഇയാളുടെ ഫോണിൽ എന്താ ഉള്ളത്? പെൺകുട്ടി വളരെ ഗുരുതരമായ ഒരു ആരോപണം മൊഴിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നഗ്ന ദൃശ്യങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തി എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതും പറഞ്ഞു. 3 നോട്ട് YPC കൊലക്കാരൻ ഊരി തരാൻ ഞാൻ കുറെ വേർക്കേണ്ടി വരും. അങ്ങനെ ഈ പെൺകുട്ടിയുടെ സമ്മതമില്ലാത്ത നഗ്നചിത്രങ്ങൾ എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? ഈ നഗ്നചിത്രങ്ങൾ ലീക്കാക്കുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവൻ മഹാതെണ്ടി തന്നെ. ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേഷനെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ടോ? നമ്മുടെ മുന്നിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിലുണ്ട്. ഇതൊക്കെ കുരുക്കായി വരാൻ പോകുന്നത് ഈ ഘട്ടത്തിലാണ്. എന്താണ് അയാൾ പറയുന്നത് അറിയാമോ? ഇതിനുള്ള ജോലി, ഇതിനുള്ള പ്രതിഫലം വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സർവീസിൽ വരുമ്പോൾ ഞാൻ തരാം എന്നുള്ളതാണ്. പ്രശ്നം കൂടുതൽ വഷളാവും. ഒരു ഉദ്യോഗസ്ഥനെ ആ ജോലി ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തി, തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി സമയത്ത് ആ ഉദ്യോഗസ്ഥനെ ജോലി സമയത്ത് തടസ്സപ്പെടുത്തിയ MLA ആണ് ഇയാൾ. ഇയാളുടെ ആന്റിസിഡന്റാണ്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തും എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന് തിരിച്ചടിയാവാൻ പോകുന്നത് ഇതാണ് പ്രോസിക്യൂഷന്റെ ഒരു ആത്മബലം എന്ന് പറയുന്നത്. അടുത്ത ഊഴം തന്റേതാ, എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. സൂക്ഷിച്ചോ, സൂചി കുത്താൻ ഇടം കൊടുത്താൽ തുമ്പിക്കേ കയറ്റു ആ വിരാടിയാര്. പാർട്ടി മുഖപത്രത്തെ തിരുത്തി. പാർട്ടി മുഖപത്രത്തിന്റെ പത്രാധിപര് റിപ്പോർട്ടിൽ വന്ന് പറഞ്ഞു തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? സൂര്യനെല്ലി കേസുമായിട്ട്, ഐസ്ക്രീം പാർലർ കേസുമായിട്ട്, ഉമ്മൻചാണ്ടി സാറിന്റെ കേസുമായിട്ടൊക്കെയാണ് അതിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെടുത്തുകയാണ് ഈ പറയുന്ന ഒരു പെർവേർട്ടിനെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ ആ അറസ്റ്റും രാഷ്ട്രീയമായ ഒരു ആയുധമാക്കാൻ ശേഷിയുള്ള ഒരു വലിയ പ്രൊപ്പഗാൻഡ ടീം, ഒരു പ്രചരണ ടീമുണ്ട്. പക്ഷേ അറസ്റ്റ് നീളുന്നതിന്റെ ഒരു കാരണം പോലീസിനെ സംബന്ധിച്ച് തിടുക്കപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഇനിയും ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കൊടുക്കുന്ന അവസരത്തിലേക്ക് പോലീസ് നീങ്ങില്ല. പക്ഷേ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ പക്ഷം. ഒട്ടേറെ അപകടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. എന്റെ ചേട്ടൻ ഇങ്ങനെ കുറെ ഉണ്ടാക്കിയതിന്റെ പേരില ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത്. കൂടുതൽ കുഴപ്പിക്കല്ലേ. ഈ ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു 60% നമ്മൾ പരിശോധിച്ചാൽ അത് അയാൾക്കെതിരെയുള്ള തെളിവുകൾ അയാൾ കുറ്റസമ്മതമായി നടത്തിയിരിക്കുന്നതാണ്. നമ്മളത് ഇന്നലെ വിശദമായി പരിശോധിച്ചു. ഇനി അറിയേണ്ട 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇയാൾക്ക് ജാമ്യം കിട്ടിയാൽ സാധാരണ രീതിയിൽ ആന്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് കോടതി പരിഗണിക്കുന്നത് ഇതൊരു കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസാണോ എന്നാണ്. 100% കസ്റ്റഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുള്ള കേസല്ലേ. കാരണം എന്താ? ഇതിൽ പറഞ്ഞിരിക്കുന്നത് 3 ബലാത്സംഗ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എന്താണ് ആവശ്യമുള്ളത്? ചുമത്തിയിരിക്കുന്നത് ഒരു ബലാത്സംഗ കേസാണ്. 1 അല്ല 3 ബലാത്സംഗ കേസാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനശേഷിയുള്ള അധികാരമുള്ള ആളാണോ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? 100%. ഈ കൃത്യമായി 64(2)F പറയുന്നത് പോലെ പേഴ്സൺ ഇൻ പൊസിഷൻ ഓഫ് ട്രസ്റ്റ് ഓർ അതോറിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും മുൻകൂർ ജാമ്യം തള്ളുമെന്നത് പ്രോസിക്യൂഷൻ ഉറപ്പാണ്. 100% അല്ലേ? അതെ. ഹലോ, സംഗതി സത്യ. ആ റിപ്പോർട്ട് കോടതിയിലെത്തിയാൽ എല്ലാരും അകത്തു പോകും. അതല്ലെങ്കിൽ ഇനി അസാധാരണമായ രീതിയിൽ ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രീമച്വർ ട്രയൽ നടത്തി ജഡ്ജി ഒരു തീരുമാനത്തിലേക്ക് എത്തണം. പക്ഷെ അതിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഈ ഘട്ടത്തിൽ അത് വിരളമാണ്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇത് എന്റെ ഗർഭമല്ല എന്നത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ. ഇതൊന്നും ആന്റിസിപ്പേറ്ററി ബെയിൽ വരുന്ന സമയത്ത് പരിഗണിക്കുന്ന വിഷയങ്ങളല്ല. നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ. മറ്റൊരു വഴി കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ?
ആന്റിസിപ്പേറ്ററി ബെയിൽ ഇൻഫ്ലക്ഷ്യസ് ആക്കാൻ വേണ്ടിയിട്ട്, അത് അസാധുവാക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം ഇയാൾ ഒളിവിലിരിക്കുന്ന ഓരോ നിമിഷവും അതിജീവിതയ്ക്ക് ജീവിതത്തിൽ മാത്രമല്ല അവരുടെ മാനത്തിന് തന്നെ ഭീഷണിയായി വരുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ആ അതിജീവിതയെ അവഹേളിക്കാൻ വേണ്ടുന്ന ഓരോ പോസ്റ്റുകളായിട്ട് അയാളും അയാളുടെ ശിങ്കിടികളും അശ്ലീല യൂട്യൂബർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയ്യപ്പൻ പറയാനുള്ളത് പറഞ്ഞു. എന്നാ ഞാൻ പോട്ടെ.